എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താൽ അവൻ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ ഫോണെടുത്ത് നോക്കി അങ്ങ് കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ എന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നു. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ളതിൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെയുള്ളൂ. എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസ് ഉള്ളൊരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീൻ്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പക്ക് സത്യമായിട്ടുമ്പോളെ MP സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ഇവിടുത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകളെ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോഴെല്ലാ സപ്പോർട്ടും ചെയ്തു. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സഹായം പോയി കിട്ടിയില്ല. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ഉണ്ടാവുകയും അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രയും പറയാം. എന്തേ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? വേണ്ടോ? ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ഠി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്?